ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുള്ള മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് സോഷ്യൽ സൈക്കോളജി. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ടോട്ടൽ ഒരു 8 മെത്തേഡ്സ് ആണുള്ളത് സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഓക്കെ, ആദ്യത്തേത് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഓക്കെ, ആ പരീക്ഷണം നടത്തിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടാണോ വരുന്നത്, അതോ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൺട്രോൾഡ് സിറ്റുവേഷൻ, നിയന്ത്രിതമായിട്ടുള്ള സിറ്റുവേഷൻസിൽ 2 വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമോ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അകപ്പെടുത്തുകയും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് ഇൻഫറൻസസ് കണ്ടെത്തുന്നതിനെയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തേതായിട്ട് അതിന് റിപ്പീറ്റബിലിറ്റി ഉണ്ട്. അതായത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ പരീക്ഷണം വീണ്ടും വീണ്ടും നടത്താൻ പറ്റും. അതുപോലെ നമുക്കൊരു ഊഹം ഉണ്ടാവും, നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവും, ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തന്നെയാണോ വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെൻഡേറ്റീവ് റിസൾട്ടിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം ആ ടെൻഡേറ്റീവ് റിസൾട്ട് തന്നെയാണോ വരുന്നത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ്. ഒരു പ്രോബ്ലം റേസ് ചെയ്യുക, എന്നിട്ട് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. നമ്മൾ പ്രൊജക്റ്റിലൊക്കെ ചെയ്തിട്ടില്ല അതുപോലെ. ഡിസ്റ്റിങ്യൂഷിങ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ, വേരിയബിൾസ് ഏതൊക്കെയാണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് എന്ന് ഡിസ്റ്റിങ്യൂഷ് ചെയ്യുക. അതുപോലെ എൻവയോൺമെൻറ്റ് നിയന്ത്രണ വിധേയമാക്കുക, റിസൾട്ട് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കടന്നു പോകുന്നത്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തതുമായിട്ടൊന്ന് ഒത്തു നോക്കിയാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഒബ്സർവേഷണൽ മെത്തേഡാണ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി എടുക്കുന്നൊന്നുമില്ല. ഓൾറെഡി ഉള്ള, അതായത് നാച്ചുറൽ സെറ്റിങ്സിലാണ് ഒബ്സർവേഷൻ നടത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്ലാൻഡ് വാച്ചിങ് ആണ്. എന്തൊക്കെ ടൈപ്പ് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം അത് റെക്കോർഡ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അനാലിസിസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ്, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുപോലെ അതിലൊരു സ്റ്റെപ്സ്, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുന്നു, ആ പ്രത്യേക ബിഹേവിയർ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അനാലിസിസ് ചെയ്യുകയും അതിനുശേഷം അത് ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ജനറലൈസ് പൊതുവൽക്കരണം. അപ്പം ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ആ പ്രതികരണത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് ചില ഇൻഫ്ലുവൻസസ് കണ്ടെത്തുകയും പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇങ്ങനെയാണ്, എല്ലാ വ്യക്തികളും ഇങ്ങനെയാണ് പെരുമാറുക എന്ന് ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡാണ്. നമ്മൾ റിസർച്ചിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള മെത്തേഡാണിത്. ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. റെസ്പോണ്ടൻറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവറും തമ്മിലുള്ളൊരു മീറ്റിംഗ്. അതിനുശേഷം വേർബൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റിയിട്ടൊന്നുമല്ല, നമുക്ക് കൃത്യമായിട്ട് ഉത്തരം വേണ്ടുന്ന അതേ വിഷയത്തിനെ പറ്റി മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർവ്യൂവർ. ആ ഇൻ്റർവ്യൂവറിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ പ്രത്യേകത. ദ ഇൻ്റർവ്യൂവർ ഷുഡ് ബി ഡിപ്പെൻഡബിൾ ആൻഡ് ട്രെയിൻഡ്. അദ്ദേഹം ഡിപ്പെൻഡബിളും ആവണം, ട്രെയിൻഡും ആവണം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചൊന്നും ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കാനൊന്നും കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനർ മെത്തേഡാണ്. ക്വസ്റ്റ്യനർ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്നിട്ട് റെസ്പോണ്ടൻറ്റിനോട് ആൻസർ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. റെസ്പോണ്ടൻറ്റ് സ്വന്തമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് അവിടെ. ഒരുപാട്
ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേരോട് ഡേറ്റ കളക്ട് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിന് വലിയ സമയം ചിലവാകുന്നില്ല എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ ഓരോ 1-to-1 ഇൻ്റർവ്യൂ നടത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കുറേ പേരായിട്ടുള്ളൊരു ഗ്രൂപ്പിലേക്ക് ഇതിങ്ങനെ പാസ് ചെയ്തിട്ട് അവരോട് എഴുതാൻ പറയുന്നത്. പക്ഷേ പിന്നീട് ഉള്ള പ്രോബിംഗ് പോലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിൻ്റെ ഫെർദർ പ്രോസസ്സിങ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, അടുത്ത മെത്തേഡ് കേസ് ഹിസ്റ്ററി മെത്തേഡാണ്. ഒരു വ്യക്തിയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യണം, ആഴത്തിൽ അന്വേഷിക്കുകയാണ് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, കളക്ഷൻ ഓഫ് ഫാക്റ്റ്. ദ കേസ് ഹിസ്റ്ററി മെത്തേഡ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് ഫാക്റ്റ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ലൈഫ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ്, ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റ്, അതുപോലെ ഹെറിഡിറ്റി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് അവരെങ്ങനെയാണ് എന്നുള്ള രീതിയൊക്കെ അന്വേഷിക്കുക. നെക്സ്റ്റ്, സ്റ്റഡി ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ പേഴ്സണാലിറ്റി. ഈ മെത്തേഡിൽ നോർമലായിട്ടുള്ള പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അബ്നോർമൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എങ്ങനെയാണ്, രണ്ടും വിശകലന വിധേയമാക്കുന്നുണ്ട്. അതാണ് കേസ് ഹിസ്റ്ററി മെത്തേഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഇസ് സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന മെത്തേഡാണ്. ക്വസ്റ്റ്യനേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഈ ക്വസ്റ്റ്യനേഴ്സ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സർവേ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഇൻഫറൻസ് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ആരെയൊക്കെ സർവേ നടത്താം, സർവേയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതിന് സാമ്പിളിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. വലിയൊരു മാസിൻ്റെ അടുത്താണെങ്കിൽ നമ്മളെപ്പോഴും സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അതിന് യൂസ് ചെയ്യുക. അതായത് ഒരു സിംഗിൾ യൂണിറ്റാണ്, അത് ഹോൾ യൂണിവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സിംഗിൾ യൂണിറ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ 2 മെത്തേഡ്സാണ്. ഒന്ന് പ്രോബബിലിറ്റി, 2 ക്വോട്ട സാമ്പിളിംഗ് മെത്തേഡ്സ്. ഈ 2 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ റിസർച്ചിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇനി നമുക്ക് വരുന്നത് സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡാണ്. സോഷ്യൽ സൈക്കോളജി പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീ അസോസിയേഷൻ ആൻഡ് ഡ്രീം അനാലിസിസ്. ഇതിൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രീ ആയിട്ട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങൾ ഫ്രീ ആയി ഡിസ്കസ് ചെയ്യുന്നതിന് ഫ്രീ അസോസിയേഷൻ. ഒരു ഫോഴ്സ്ഫുൾ അല്ലാതെ അവർ സെൽഫായിട്ട് വോളണ്ടിയർലി സംസാരിക്കുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അനാലിസിസ് ചെയ്യുന്നു. അതേസമയം ഡ്രീം അനാലിസിസ് എന്താ നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി എന്തുകൊണ്ടൊക്കെയാണ് ഈ പർട്ടിക്കുലർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറൽ അനാലിസിസ് ഒക്കെ നടത്തുന്നതിനെയാണ് ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അൺകോൺഷ്യസ് മൈൻഡ്. ദ മെത്തേഡ് എയിംസ് ടു അൺകവർ ദ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ അപ്പുറത്തേക്ക് ഉപബോധ മനസ്സെന്നൊക്കെ പറയുന്നില്ലേ, അതിനെയൊക്കെ അനാലിസിസ് ചെയ്യുകയാണ് അൺകോൺഷ്യസ് മൈൻഡ് അനാലിസിസ് കൊണ്ട് നടത്തുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്കിൽഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള അനാലിസ്റ്റാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻസ് പ്രൊജക്ട് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇൻ ടു ആൻ ആംബിഗസ് സ്റ്റിമുലൈ. ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്സും അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളെല്ലാം തന്നെ പുറത്തേക്ക് പ്രകടമാക്കുന്നതിനെ പ്രൊജക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. പ്രധാനമായിട്ടും ഈ പുറത്തേക്കുള്ള പ്രകടമാക്കൽ 2 രീതിയിലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൽ ഒന്ന് റോഷാക്ക് ഇങ്ക് ബോൾട്ട് ടെസ്റ്റ് എന്നും അതുപോലെ TAT എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഫസ്റ്റത്തെ ഇങ്ക് ബോൾട്ട് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റോഷാക്ക് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ. അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു പ്രത്യേക കാര്യത്തിനോട് പ്രതികരിക്കുന്നത്, അത് യുണീക്കായിട്ടുള്ളൊരു വേ ആയിരിക്കും എന്നാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം മഷി കുടഞ്ഞിട്ട് നമ്മളൊരു പേജ് മടക്കുകയാണെങ്കിൽ
അത് ഒരു പ്രത്യേക രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും എന്തെങ്കിലും ഒരു പൂവിൻ്റെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. നമ്മൾ നിർത്തുകയാണെങ്കിൽ ഒരു മീൻസ് എന്താ പറയുന്നത്, സിമെട്രിക് ആയിട്ടുള്ള 2 വശങ്ങളിലുള്ള ഒരു പിക്ചറായിട്ടത് മാറിയിട്ടുണ്ടാവും. അത് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയും അയാൾ എന്തുത്തരാണോ പറയുന്നത് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനലൈസ് ചെയ്യുകയും ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ ഇങ്ക് ബോൾ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വിസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ റോഷാക്കാണ് ഈ ഒരു ടെസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി TAT ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. മുറേ എന്ന് പറയുന്ന സോഷ്യൽ സൈക്കോളജിസ്റ്റാണ് ഈ ഒരു ടെക്നിക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വസ്തുക്കളുടെ ആനിമൽസിൻ്റെയോ മനുഷ്യന്മാരുടെയോ കാർട്ടൂൺസിൻ്റെയോ ഒക്കെ പിക്ചേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ കുറേ പിക്ചേഴ്സ് കാണിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് സ്വയം അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് പിക്ചറിനോടാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അപ്പം അദ്ദേഹം അതിൽ നിന്നൊരു പിക്ചർ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാവും. അപ്പം ആ അദ്ദേഹം ഏത് പിക്ചറാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് അനലൈസ് ചെയ്യപ്പെടുക. അപ്പം ആ ഒരു ടെക്നിക്കാണ് ഈ ഒരു അപ്പർസെപ്ഷൻ ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. പിൽക്കാലത്ത് അതൊരു 12 സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു പിക്ചേഴ്സ് 1 by 1 ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ വ്യക്തിയോട് ഇതുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്തൊരു സ്റ്റോറി ഉണ്ടാക്കാനൊക്കെ പറയുകയാണ്. എന്നിട്ട് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിലൂടെയും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഇന്നറായിട്ടുള്ള ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ഫീലിങ്സ്, ആങ്സൈറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ 2 ടെക്നിക്സാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നടക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം 8 മാർഗങ്ങളിലൂടെയാണ് സോഷ്യൽ സൈക്കോളജി പഠനം നടത്തുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ട ആൻസർ. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.